ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ്. നിർമ്മലാ സീതാരാമന്റെ 8ാമത്തെ ബഡ്ജറ്റ്. എന്താണ് തൊയ്ബിന്റെ ഒരു റേറ്റിംഗ് ബഡ്ജറ്റ് കേട്ടിട്ട്? കോഴ്സ് 10 out of 10 അല്ലെങ്കിൽ 100-ൽ 100 മാർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ നമ്മളെ ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊരു 90% പുറത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടത്. ജനങ്ങളെ കയ്യിലേക്ക് കൂടുതൽ പണം വരും എന്നുള്ളൊരു എന്താ പറയുക, നമ്മുടെ ഇൻകം ടാക്സ് ലാബ്സ് മാറി. അതിനെ കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഒരു സഡൻ ഇമ്പാക്ട് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓരോ പീരീഡ് ഓഫ് ടൈം ഓരോ ക്വാർട്ടറിൽ ഓരോ കമ്പനികളുടെ റിസൾട്ടുകൾ ഇമ്പ്രൂവ് ചെയ്യും, കൺസംഷൻ കൂടും. മെയിൻ കാര്യം ഒരു എക്കണോമിക് ഗ്രോ ചെയ്യുമ്പോൾ ഒരു എക്കണോമിക് ഗ്രോ ചെയ്യണമെങ്കിൽ കൺസംഷൻ കൂടണം, എന്തായാലും അത് കൂടും. നമുക്ക് ഇതിനെ 2 രീതിയിൽ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 15 lakh ഇൻകുള്ള ഒരാൾക്ക് 80,000 1 lakh ലാഭിക്കാൻ പറ്റുമെങ്കിൽ അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ മണി വരാൻ പോകുന്നത് കൺസംഷനിലേക്കാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊമാറ്റോ ഒക്കെ പോലുള്ള ഷെയറുകളുടെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. ദേവ്യാനി, കുറെ സ്മോൾ സ്കെയിൽ സാധനങ്ങൾ FMCGs. യെസ്, ഇതിൽ മെയിൻ കാര്യങ്ങൾ നോക്കിയാൽ ഒരു 80,000 rupees ലാഭിക്കാൻ ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കാൻ എന്താണ് ഒരു 10,000 rupees ലോൺ ഇട്ടിട്ട് കുറച്ചുകൂടി നല്ല വണ്ടി ഉപയോഗിക്കാനുള്ള ആഗ്രഹം വരും. പക്ഷേ ഒരു 24 lakh above ഉള്ളവന് ഇതേ സേവിങ്സ് ഉണ്ടെങ്കിൽ ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഹിസ് ലൈഫ് സ്റ്റൈൽ. കാരണം അവർക്ക് ഓൾറെഡി ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പൊ ഈ ഫണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ്സിലേക്ക് പോകാം, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ ഫണ്ട് റിയാലിറ്റിയിലേക്ക് പോവാം. കാരണം അവര് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യും. ബേസിക്കലി അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഫോക്കസ് ചെയ്യും, കൂടുതൽ അസറ്റ് ബിൽഡിംഗ് നോക്കും. മിഡിൽ ക്ലാസ് എന്ത് ചെയ്യും? മിഡിൽ ക്ലാസ് നേരെ അവർ ലൈഫ് സ്റ്റൈൽ മാറാം. ഇത് ഓവറോൾ എക്കണോമിനെ ഗ്രോ ചെയ്യിക്കും.